നേരത്തെ പറഞ്ഞ പോലെ കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ മൃതദേഹം മാങ്ങാനം മന്ദിരം ആശുപത്രി മോർച്ചറിയിലേക്ക് എത്തിച്ചു. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുണ്ട് അവിടെ ആശുപത്രിയിൽ. മിഥുൻ അയ്യപ്പൻ കൂടി ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി. മിഥുൻ, അവിടേക്ക് എത്തിച്ചു സ്റ്റെഫിന്റെ മൃതദേഹം എന്നറിയുന്നു. മറ്റു വിവരങ്ങൾ? മൃതദേഹം ഇപ്പോൾ അല്പം നിമിഷങ്ങൾക്ക് മുമ്പാണ് മാങ്ങാനം മന്ദിരം ആശുപത്രി മോർച്ചറിയിലേക്ക് എത്തിച്ചത്. അതിന് മുന്നോടിയായി ജനപ്രതിനിധികളും ഒപ്പം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയും ഇവിടെ എത്തിയിരുന്നു. മൃതദേഹം ഏറ്റുവാങ്ങി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം 29 വയസ്സാണ് സ്റ്റെഫിൻ അബ്രഹാം സാബു എന്ന് പറയുന്ന വ്യക്തിക്കുള്ളത്. ഏറെ പ്രതീക്ഷയോടുകൂടി കുവൈറ്റിലേക്ക് എത്തിയ അവർ ഏതാണ്ട് 6 മാസം മുമ്പാണ് വീട്ടിലേക്ക് വന്ന് അവധിയിൽ വന്ന് തിരിച്ചു പോയത്. പിന്നീട് ഏതാണ്ട് അടുത്ത 2 മാസത്തിനകം തന്നെ തിരിച്ചു വരാമെന്നും വീട് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന വീട് പണി അത് പൂർത്തിയാക്കി താമസം മാറ്റാമെന്നുള്ളൊരു ധാരണയിൽ ആ ഒരു സ്വപ്നത്തിൽ നിൽക്കുകയാണ് ഒരു അപകടം സംഭവിക്കുന്നതും അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് ചടങ്ങുകൾ, ഇത് സംബന്ധിച്ചുള്ള ചടങ്ങുകൾ നടക്കുക. കാരണം സ്റ്റെഫിന്റെ സഹോദരൻ ഇത്തരത്തിൽ വിദേശത്ത് കഴിയുന്നവരുണ്ട്. സ്റ്റെഫിന്റെ തൊട്ടു താഴെയുള്ള സഹോദരൻ സ്റ്റെഫിനൊപ്പം തന്നെ കുവൈറ്റിൽ തന്നെയാണുള്ളത്. മറ്റൊരു സഹോദരൻ ഇസ്രായേലിലാണ് പഠിക്കുന്നത്. ഇവരെല്ലാം തന്നെ എത്തിയതിനു ശേഷം ആണ് തിങ്കളാഴ്ച ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആദ്യം ഇപ്പോൾ പാമ്പാടിയിലെ വാടക വീട്ടിൽ അല്പസമയം മൃതദേഹം വെച്ചതിന് ശേഷം പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ആ പുതിയ വീട്ടിലേക്കും മൃതദേഹം കൊണ്ടുപോകും. അവിടെയും അല്പസമയം വെച്ചതിന് ശേഷമാണ് ഹാളിൽ ദർശനം വയ്ക്കുന്നത്. പിന്നീട് സംസ്കാര ചടങ്ങുകൾ നടക്കും. തീർച്ചയായും അവിടെ താമസിക്കുക എന്നുള്ള സ്വപ്നത്തോടു കൂടി എത്തിയ മടങ്ങിപ്പോയ സ്റ്റെഫിനാണ് ഇപ്പോൾ അത്തരത്തിൽ ജീവനറ്റ ശരീരവുമായി എത്തിയിരിക്കുന്നത്. ഏതായാലും വലിയ നാടിനൊന്നാകെ വിഷമത്തിലാക്കിയ സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനു പുറമെ പാമ്പാടി സ്വദേശി സ്റ്റെഫിന് പുറമെ പായിപ്പാട് സ്വദേശിയായിട്ടുള്ള ഷിബുവും അതുപോലെ തന്നെ ഇത്തിത്താനം സ്വദേശിയായിട്ടുള്ള ശ്രീഹരിയുടെയും മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ വീടുകളിലേക്ക് എത്തിച്ചേരും. സമാനമായി തന്നെ മറ്റ് നടപടിയിലേക്ക് നീങ്ങും. അവരുടെ ഇത്തരത്തിലുള്ള സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച് ചില ഇപ്പോൾ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് 2 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഞായറാഴ്ച നടക്കുമെന്നുള്ളതാണ്. സ്റ്റെഫിന്റെ ഒഴികെയുള്ള ശ്രീഹരിയുടെയും അതുപോലെ തന്നെ ഷിബുവിന്റെയും സംസ്കാര ചടങ്ങുകൾ ഞായറാഴ്ച നടക്കും. സ്റ്റെഫിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് തിങ്കളാഴ്ചയാണ്. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.